മൂവ് ചെയ്തിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. Sao mình rất quay đây phải nó bánh bia rồi đỡ quá không? Không bánh bia để ăn lát được chai bia luôn gà đầu ta hả? Hả? ഹെഡ്സെറ്റാ? എന്തിനാ മുകളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി എടുക്കാൻ പറ്റേക്ക് എടുത്തോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. അപ്പൊ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് കൊണ്ടല്ലോ. എന്നെ കയറണോ? പുറത്തേക്ക് No, we'll walk. Our room is near, so You want to go we around stay. here? No, we stay here. Yeah. So you don't got it from post office. This goes straight to the post office, right? Yes. This So- one will take you to Quebec. Yeah, we came from there, so our room is the other way. We stay the other way, other side. Yeah. Staying the other way, so we'll walk from here. Okay. So if you want to walk into the central post office, you can go that way and turn left. Thank you. Okay, thank you. അപ്പോൾ ഞങ്ങള് അവിടെ ഇറങ്ങി അവിടെ ഒരു ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് ഹെഡ്സെറ്റ് ആദ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൽ ഞങ്ങൾ കാണാനിട്ടാ, അതിൽ ആദ്യം ഉണ്ടായിരുന്നു തോന്നുന്നു, അത് കാണാനിട്ടാ. ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് അവിടെ പോയിരുന്നല്ലോ, അവിടെ പോയിരിക്കും. മാർക്കറ്റ് ടൈമിൽ പോയിട്ട് കാര്യമില്ല. ഇതാണ് ഞങ്ങൾ രാവിലെ വന്ന ഹോച്ചിമിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കൈ പിടി വാ. ഇത് നല്ലൊരു സ്പോട്ടാണ്, ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത്. ഇതാണ് നമ്മളെ One Bingo 2026. കണ്ടിരുന്നു. നല്ലൊരു ഏരിയ കേട്ടോ, നൈറ്റ് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ. നമ്മളെ ഹോച്ചിമിൻ സിറ്റി, ഹോച്ചിമിൻ്റെ സ്റ്റാച്യുവിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്പോട്ടാണ്. ഹോച്ചിമിൻ സ്റ്റാച്യുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് നടന്നാൽ മതി. നൈറ്റ് വരും കേട്ടോ, പകൽ വന്നാൽ നല്ല വെയിലിരിക്കും, ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റും, വെയിൽ കൊണ്ടിരിക്കേണ്ടി വരും. കുറച്ച് മരങ്ങളേ ഉള്ളൂ രണ്ട് സൈഡിലും.
നമ്മളെ കോഴിക്കോട് ബീച്ച് ക്ലീൻ ചെയ്തൊന്ന് മോർ ടൂറിസ്റ്റ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും ആ ലെവലിൽ ഉണ്ട് കാണാൻ. എന്താ പറയാ, ഒരു സൈഡിൽ ഫുൾ അടിപൊളി ഹോട്ടൽസ്, ഒരു സൈഡിൽ നല്ല വൃത്തിയായ കാലിക്കറ്റ് ബീച്ച്, അത്രയും മതി. ഇവിടെ 2 സൈഡും ഹോട്ടൽസ് ആണെന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. അത് നല്ല അടിപൊളി സംഭവങ്ങൾ. എവിടെ ഇരിക്കുന്നത് നടത്തിക്കല്ലേ പയ്യ. ഞങ്ങൾ ഇന്ന് മിനിമം ഒരു 10-20 കിലോമീറ്റർ നടന്നുണ്ടാവും. കായസ്റ്റിലേക്ക് നടന്ന് ഉപ്പാടലൊക്കെ ഉണ്ട്. എനിക്കും ഞങ്ങൾ ഇരിക്കാനുള്ള ഏതെങ്കിലും ഒരു സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെറ്റർ സ്പോട്ട് ഉണ്ട്, അപ്പം അവിടെ ഇരിക്കും. ഞങ്ങളൊരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒരു 1-2 മണിക്കൂർ അല്ലേ, അവിടെ കുറേ ഇരുന്ന് കാറ്റൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും മഴ പെയ്തിട്ടോ, ഇവിടെ ചാറ്റൽ മഴ ഉണ്ട്. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ എയർബിഎൻബിയിൽ ഒരു റൂം കണ്ടിട്ടുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, 1500 രൂപയുള്ളൂ പെർ നൈറ്റ്. അപ്പോൾ അത് റിസർവ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. No sugar? Yes. Sugar. You want it? What is the flavor? Is it sugar, sweet or Sweet? no sugar or sugar? Both sweet. No sweet. Okay. Which one is sweet? Sugar? Only two. രണ്ടെണ്ണം ഉള്ളൂണല്ലോ. Only sweet. Only sweet. All sweet. Yes. Okay. ഓക്കെ. Then I need this. In this form. And you? Yeah. Thank you. Sorry. എന്തിനാണ് ആ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടു? ആ പെണ്ണിനെ ആ കുട്ടീനെ കുറെ ബുദ്ധിമുട്ടിച്ച്. ഇവക്ക് വിയറ്റ്നാമീസ് അറിയില്ല, അവക്ക് മലയാളം അറിയില്ല. രണ്ടാളും കോമഡി. പാമ്പ് പൊരിച്ചിട്ടുണ്ട്, പാമ്പ് പൊരിച്ചു. അപ്പം ഞാൻ ഇത് ഓർഡർ ചെയ്ത്, ആഷ്ലി ഇത് ഓർഡർ ചെയ്ത്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇത് രണ്ടും ആഷ്ലി ടീ ആണ്. ഞാനൊരു ഫോബോ ഓർഡർ ചെയ്തു. ഇത് ആഷ്ലി നീ എന്താ ഓർഡർ ചെയ്ത്? ഇതല്ലേ ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്യാറിയോ? ആഷ്ലി ഇത് രണ്ടും ഓർഡർ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യക്കാർ. ടീയാണ്. ടീ ആഷ്ലി ടീ കണ്ടോ? എങ്ങനെ ഈ പറഞ്ഞു മനസ്സിലാക്കൂ കുട്ടീനെ? എങ്ങനെ ആ കുട്ടീനെ പറഞ്ഞു മനസ്സിലാക്കൂ? മാറ്റത്തെ ഇത് ഞാൻ ലാസ്റ്റ് ടീ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. നീ ഐസ് ടീ വാങ്ങിക്കുന്നില്ല, ഞാൻ ജ്യൂസ് ആക്കട്ടെ. ഉണ്ടോ അവരെടുത്ത്? താങ്ക് യു. Okay, không mua ạ. ഞങ്ങളുടെ ഐസ്ഡ് ടീ വന്നു. സംഭവം ഇത് ഐസ്ഡ് ടീ എന്നാ പറയുന്നത്, പക്ഷേ ഇത് പറയുന്നത് നമ്മളെ ലൈമ് പറയുന്നത്. ഇതാണ് ലെമൺ ഐസ്ഡ് ടീ. ഇത് പറഞ്ഞു ലെമൺ റൈസ്. മധുരം അപ്പം ഞങ്ങൾ ഈ ഐസ്ഡ് ടീ കംപ്ലീറ്റ് ചെയ്യട്ടെ. ബാക്കി ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം. ഇതെങ്ങനെ കഴിക്കാന്നറിയാതെ ആക്ച്വലി വെയിറ്റ് ചെയ്യുകയാണ്. അവൾ വന്നിട്ടാണ് ചോദിച്ച് മനസ്സിലാക്കാം. ആ ചേട്ടാ കഴിക്കാൻ വയ്ക്കാം.
ആക്ച്വലി ഒന്നും അറിയാത്ത പോലെ നൈസായിട്ടിരിക്കുകയാണ്, കഴിക്കാറിയാത്തതുകൊണ്ട്. Can you show how to eat with a spoon or chopstick? Okay, stick. Okay, thank you. And this one? Okay. And this, how to eat this? And this? Mix this. Oh, okay. ഇതെടുക്കുക, എല്ലാം കൂടെ മിക്സ് ചെയ്തു. താങ്ക് യു. ഇതുകൊണ്ട എനിക്കത് മതി. എനിക്ക് ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് കഴിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ. താങ്ക് യു. എങ്ങനെയുണ്ട്? ഇതെടുക്കുക, അതിൽ മുക്കുക, ഇത് അതിലേക്ക് വെച്ചിട്ട് കഴിക്കും. എടുത്ത് വെച്ചിട്ട് ഇറങ്ങിയിട്ട് വീണോട്ടെ, പിന്നെ അറിയാത്ത സാധനം. അപ്പോൾ ആഷ്ലി കഴിക്കുന്നത് നോക്കൂ ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ ഇത് കഴിക്കട്ടെ, ഇത് ഭയങ്കര ചൂട്. ഞങ്ങൾ അവിടുന്ന് ഫോ കഴിച്ച്, പിന്നെന്തോ പോർക്കിൻ്റെ എന്തോ വേറൊരു ഇത് കഴിച്ച് ഫോട്ടോയിൽ കാണിച്ചിരുന്ന സംഭവം. നല്ല ഫുഡ് കിട്ടും, പക്ഷേ ഈ ഫുഡിൽ മസാലാസ് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇവർ സ്റ്റീം ചെയ്ത് പുഴുങ്ങി റോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്ന സാധനങ്ങൾ. പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്, കുറേ വെള്ളമുണ്ട്, നമ്മളെ സൂപ്പൊക്കെ പോലെ. പക്ഷെ എക്സാക്റ്റ് സൂപ്പിൻ്റെ ഫ്ലേവറൊന്നുമില്ല, കുറച്ചൊരു സ്റ്റോക്ക് പോലെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ നല്ല സ്പീഡിൽ ബുക്ക് ചെയ്ത എയർബിഎൻബിയിലേക്ക് പോവാണ്. എയർബിഎൻബി 11 ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. 11 കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഒരു അവിടെ കയറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എയർബിഎൻബിയിലേക്ക് പോട്ടെ. ടൈം 11 ചെക്ക് ഇൻ ബുക്ക് ടൈം കൊടുത്തുകൊണ്ട് അവർ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. യൂഷ്വലി അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ചോദിച്ചിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പാസ്പോർട്ട് ചോദിക്കുന്നത്. പിന്നെ പോലീസ് ഇൻസ്പെക്ഷൻ വരികയാണെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആണ് ചോദിക്കുന്നതെന്നാണ് അവർ മെയിൽ റെസ്പോൺസ് തന്നത്. ചിലപ്പോൾ അതായിരിക്കും റൈറ്റ്. ഞങ്ങൾ എന്തായാലും വയറ് നിറയെ ഫുഡ് കഴിച്ച് ആവറേജ് അല്ലേ ഫുഡ്. എനിക്ക് തോന്നുന്നു ഇവരെ ഞങ്ങൾ ലോക്കൽ ഇവിടുത്തെ ഫുഡ് കഴിച്ച്. ലീലാമ ഹോട്ടൽ ഞങ്ങൾ വരുമ്പോൾ കണ്ടതാ, ഹോപ്പിൻ ഹോപ്പ് ബസ്സിൽ. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് ഇവരെ ടേസ്റ്റിനുള്ള ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇവരെ ലോക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചെറിയ സൈഡിലുള്ള ചെറിയൊരു ഷോപ്പിൽ നിന്ന് കഴിച്ച്. ഇല്ല, എത്തിയില്ല. അതിൻ്റെ പേരെന്തായിരുന്നു എയർബിഎൻബിയിലെ? ഞങ്ങളൊരു വിജനമായ തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് സ്ഥലം. അല്ല കൊള്ളസങ്കേതമാണോ എന്ന് ആർക്കും അറിയില്ല. എൻ്റെ മക്കളെ ഓടിയെത്തി. റൂം നമ്പർ 10. വണ്ടിയല്ല, വണ്ടിയാ കേറടേ.
ഇതൊന്ന് നോക്കിയാൽ കാണോ എന്ത് ലാഗടിക്കുന്നു. വണ്ടി ആ ലൈറ്റും കാർഡ് എടുത്തു. ഇതാണ് നമ്മളെ വണ്ടി. ഉള്ള 1C കേറ് മുകളിലായിരിക്കും. വണ്ടി അപ്പുറത്തേക്ക്. പിന്നെ ആഷ്ലി റൂമൊക്കെ കണ്ടുപിടിച്ച് പാസ്പോർട്ടൊക്കെ അടിച്ച് വണ്ടി. എന്ത് കുഞ്ഞു റൂമാണോ? വാഷ്റൂമില്ലേ? അങ്ങനെ ഞങ്ങൾ എത്തിയത് ചതിക്കപ്പെട്ടു ഗൈസ്. ഒരു കുഞ്ഞി റൂമിലാണ് വന്നെത്തിയത്. AC പോലും AC ഉണ്ട്. വാഷ്റൂം ഇതാ. വാഷ്റൂം ഉണ്ട് കേട്ടോ. സോറി. എന്താടി ആഷ്ലി ഫുള്ള് ടെൻഷൻ അടിച്ചത്. എന്തിനാണ് അവിടെ ടെൻഷൻ അടിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. റൂമിലെത്തി ചൂടാവുന്നു. സോറി ഗേസ്. വിശന്നാൽ ആഷ്ലി അല്ലാണ്ടാവും. അതാണ് ആഷ്ലി. അതാ പിന്നെ നോക്കുന്നു. കുഞ്ഞ് റൂം കേട്ടോ. ഫോട്ടോയിൽ കാണുന്ന റൂമല്ല. പക്ഷേ 1500-ന് 1200 1300-ന് ഇതൊക്കെയാണ്. ആക്ച്വലി ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ. എൻ്റെ വീട്ടിലുള്ള അതേ ടബിലാണുള്ളത്. വാഷ്റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് 1300 റുപ്പീസ് കൊടുത്താൽ വിയറ്റ്നാമിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ദ വാഷ് ബേസിൻ. ദിസ് ഈസ് ദ ഷവർ ക്യൂബിക്കിൾ. ഇതാണ് നമ്മളെ ക്ലോസെറ്റ് WC. പിന്നെ അതാ സ്പേസ് ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ആഷ്ലി ഇതാ കൂളായി വരുന്നേ ഉള്ളൂ. അപ്പം നീ ചോദിച്ചാൽ ചൂടാവും. ആഷ്ലി 2 വാക്കുകൾ ഇല്ല. ദേഷ്യം പിടിക്കും. അപ്പോൾ ശരി ഞാൻ ഒന്ന് സെറ്റിലായിട്ട് വരട്ടെ. ടേക്ക് കെയർ.